നമസ്കാരം. കോഴിക്കോട് തിരുവള്ളൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ സിദ്ദിഖിന്റെ വീട്ടിൽ അർദ്ധരാത്രി റെയ്ഡിന് നേതൃത്വം നൽകിയത് വീണ ജോർജിനെ കഴുത്തിന് പിടിച്ച അതേ എസ്ഐ തന്നെ. പേരാമ്പ്രയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM ലീഗ് സംഘർഷം നിലനിൽക്കെ യൂത്ത് ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ പാതിരാത്രി കടന്നുകയറിയുള്ള റെയ്ഡിന് നേതൃത്വം നൽകി വിവാദം സൃഷ്ടിച്ചതും ഇതേ ദീപ്തി തന്നെയാണ്. നിലവിൽ വടകര വനിതാ SI ആണ് ദീപ്തി. CPM പ്രവർത്തകനെ മർദ്ദിച്ച കേസിലെ പ്രതിയായ യൂത്ത് ലീഗ് പ്രവർത്തകൻ സിദ്ദിഖിനെ തേടിയാണ് അർദ്ധരാത്രി ദീപ്തിയും സംഘവും തിരുവള്ളൂരെ വീട്ടിലെത്തിയത്. രാഷ്ട്രീയ കേസിൽ പോലീസ് സ്റ്റേഷനിൽ വരാൻ ആവശ്യപ്പെട്ടാൽ തന്നെ പ്രവർത്തകർ എത്താറുണ്ട്. ഇനി ഒളിവിലാണെങ്കിൽ തിരയാൻ പോലീസിന് സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ രാഷ്ട്രീയ കേസിൽ തീവ്രവാദിയെ തിരയുന്നത് പോലെ അർദ്ധരാത്രിയുള്ള റെയ്ഡ് എന്തിന്റെ പേരിലാണെന്നാണ് UDF പ്രവർത്തകർ ചോദിക്കുന്നത്. സിദ്ദിഖിന്റെ ഭാര്യ പ്രസവിച്ചു കിടക്കുകയാണ്. ഇവരുടെ മുറിയിൽ അലമാര തുറന്ന് അടിവസ്ത്രങ്ങൾ വരെ SIയും സംഘവും പാതിരാത്രി പരിശോധിച്ചു. അലമാരയിലാണോ സിദ്ദിഖ് ഒളിച്ചിരിക്കുന്നത്? അലമാര തുറന്ന് പരിശോധിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് ദീപ്തിയോട് UDF പ്രവർത്തകർ കയർക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ദീർഘനേരം പ്രവർത്തകരും SIയും തമ്മിൽ തർക്കിക്കുന്ന ദൃശ്യങ്ങളാണ് വെളിയിൽ വന്നത്. മുസ്ലിം സ്ത്രീകൾ പ്രസവശേഷം അങ്ങനെ പുറത്തു പോകില്ല. പുറത്തുനിന്നുള്ളവർ ഈ മുറിയിൽ കയറാറുമില്ല. ഈ സാഹചര്യത്തിലാണ് SIയും സംഘവും അർദ്ധരാത്രി പരിശോധന നടത്തിയത്. സംഭവം എന്തായാലും വലിയ പ്രതിഷേധവും വിവാദവും സൃഷ്ടിച്ചിട്ടുണ്ട്. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ നിരന്തരം പരിശോധനകൾ നടത്തുന്നതിനെതിരെ വിമർശനം ശക്തമാണ്. സിദ്ദിഖിന്റെ ഭാര്യയും പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തുണ്ട്. പ്രസവിച്ച് 20 ദിവസം മാത്രമേ ആയുള്ളൂ. താനും വീട്ടിൽ ഉമ്മയും മാത്രമാണുള്ളത്. പോലീസ് 5 തവണ പരിശോധനയ്ക്കെത്തി. അസ്മിറ പറയുന്നു. മണിക്കൂറുകളോളം തന്നെ ഇരുത്തി ചോദ്യം ചെയ്യും. കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് പോലും മുറിയിലേക്ക് കയറി വരും. വേറെ ആരെങ്കിലും മറുപടി പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ പോരാ, നീ തന്നെ പറയണമെന്ന് പറഞ്ഞ് പോലീസ് ഭീഷണിപ്പെടുത്തും. അസ്മിറ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ UDF നേതാക്കൾ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. സിദ്ദിഖിന്റെ ഭാര്യ അസ്മിറ വനിതാ കമ്മീഷനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുമുണ്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് നേതാവ് ഫിറോസും സംവിധായകൻ മൊയ്തു താഴത്തും രംഗത്തെത്തിയിട്ടുമുണ്ട്. കിരാതന സംഭവമാണ് തിരുവള്ളൂരിൽ നടന്നതെന്നാണ് മൊയ്തു താഴത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. സിദ്ദിഖിന്റെ വീട്ടിൽ കയറി പോലീസ് കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് ഫിറോസ് പറയുന്നു. KSU പ്രവർത്തകർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചപ്പോൾ വീണയ്ക്ക് സംരക്ഷണം നൽകിയത് ഈ ദീപ്തിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ്. ഈ സംരക്ഷണത്തിനിടയിലാണ് മന്ത്രിയുടെ കഴുത്തിൽ SIയുടെ കൈ വീണത്. ഇതോടെയാണ് കഴുത്തിന് പരുക്കുകളുമായി വീണയ്ക്ക് പരിയാരം മെഡിക്കൽ കോളേജ് ICUവിൽ കിടക്കേണ്ടി വന്നത്. KSU പ്രവർത്തകർ മന്ത്രിയുടെ അടുത്തെത്തിയിട്ടില്ലെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. വീണ ജോർജിന് പരുക്കേറ്റ സംഭവം കേരളത്തിൽ വൻ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. ഇപ്പോൾ വടകര വനിതാ SI ആയിരിക്കെയാണ് ദീപ്തി വീണ്ടും വിവാദത്തിൽ ചാടുന്നത്.